പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ എഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി അഥവാ വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറയുന്ന ചാപ്റ്ററിലെ സേഫ്റ്റി ഫ്യൂസ്, അപായരഹിത ഫ്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം, വൈദ്യുതി എന്ന് പറയുന്നത് വളരെ ഉപകാരമുള്ള ഒരു ഊർജ രൂപമാണ്. എന്നാൽ അത് വളരെ അപകടഞ്ഞ ഒരു ഊർജ രൂപം കൂടി ആണ്. ഈ കാലഘട്ടത്തിൽ വൈദ്യുതി ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. അത്രയും ജീവിതത്തോട് വളരെ അടുത്ത ഒരു ഊർജ രൂപമാണ് വൈദ്യുതി. ധാരാളം വൈദ്യുത ഉപകരണങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ വൈദ്യുത അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ഒരു സംവിധാനം നമ്മുടെ മെയിൻ സ്വിച്ചിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ സംവിധാനമാണ് ഫ്യൂസ്. ഇവിടെ മെയിൻസിനടുത്ത് കാണപ്പെടുന്ന ഈ ഫ്യൂസാണ് നമ്മെ വൈദ്യുത അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇത് വിവിധ തരം ഫ്യൂസുകളാണ്. കൂടുതൽ വൈദ്യുതി ആവശ്യമുള്ള ഉപകരണങ്ങൾക്കും സാധാരണ ഫ്യൂസ് ഉൾപ്പെടുത്താറുണ്ട്. ഇവിടെ ചില ഫ്യൂസുകൾ ശ്രദ്ധിച്ചു നോക്കൂ. ട്യൂബ് പോലുള്ള ഇത്തരത്തിലുള്ള ഫ്യൂസുകളാണ് അത്തരം ഉപകരണങ്ങളിൽ ഘടിപ്പിക്കാറുള്ളത്. വൈദ്യുത അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ള സംവിധാനമാണ് അപായരഹിത ഫ്യൂസ് അഥവാ സേഫ്റ്റി ഫ്യൂസ്. ഒരു സർക്യൂട്ടിലൂടെ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് മൂലമുള്ള അപകടങ്ങളിൽ നിന്നും നമ്മെയും ഉപകരണങ്ങളെയും സംരക്ഷിക്കാനുള്ള സംവിധാനമാണ് സുരക്ഷാ ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസ് ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊട്ടക്റ്റ് അസ് ആൻഡ് ദി അപ്ലയൻസസ് ഫ്രം ഡേഞ്ചർ when an excess current flow through the circuit. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന തരം ഫ്യൂസുകളാണ് കാറ്റ്രിഡ്ജ് ടൈപ്പ് ഫ്യൂസ്. ഇവിടെ വൈദ്യുതിയുടെ താപഫലമാണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. ഫ്യൂസ് എന്ന് പറയുന്ന ഈ സംവിധാനത്തിലെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് അതിൻ്റെ ഫ്യൂസ് വയറാണ്. എന്താണ് ഈ ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകതകൾ? ഫ്യൂസ് വയറായി ഉപയോഗിക്കുന്നത് സാധാരണ ടിന്നിൻ്റെയും ലെഡിൻ്റെയും ലോഹസങ്കരമാണ്. വി ആർ യൂസിങ് ഫ്യൂസ് വയർ, ദ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. ഫ്യൂസ് വയറിൻ്റെ മറ്റു പ്രത്യേകതകളാണ് ഉയർന്ന പ്രതിരോധം, ഹൈ റെസിസ്റ്റൻസ്, രണ്ടാമത് താഴ്ന്ന ദ്രവണാങ്കം അഥവാ ലോ മെൽറ്റിംഗ് പോയിൻറ്റ്സ്. അപ്പോൾ ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകതകൾ മനസ്സിലായല്ലോ. ചർച്ച ചെയ്തത് ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകതകളാണ്. ഈ ഫ്യൂസ് സർക്യൂട്ടിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ QR കോഡാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ ഇത് സ്കാൻ ചെയ്താൽ നമുക്കൊരു വീഡിയോ കാണാൻ സാധിക്കും. അതൊന്ന് നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് നോക്കൂ. ബൾബിന് താഴെയുള്ള സ്വിച്ച് ഓണാക്കുമ്പോൾ കറണ്ടിന് 2 പാത ലഭ്യമാകുന്നു. ഒന്ന് ബൾബുള്ള പാത, ഇതിൽ ഫിലമെന്റിന്റെ പ്രതിരോധമുണ്ട്. 2 ബൾബിന് സമാന്തരമായി പ്രതിരോധം വളരെ കുറഞ്ഞതോ ഇല്ലാത്തതോ ആയ എസ് എന്ന പാത. സ്വിച്ച് ഇട്ടപ്പോൾ വൈദ്യുതി പ്രതിരോധമുള്ള ബൾബ് വഴി പോകാതെ പ്രതിരോധമില്ലാത്ത പാതയായ സ്വിച്ച് വഴി പോകുന്നു. ഇതുമൂലം കറണ്ട് ക്രമാതീതമായി വർദ്ധിക്കുന്നു, വയറുകൾ ചുട്ടുപഴുക്കുന്നു. ഇത് ഷോർട്ട് സർക്യൂട്ടാണ്. ഇത് നോക്കൂ. ഇവിടെ മെയിൻ സർക്യൂട്ടിലെ 2 കമ്പികൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോഴും പ്രതിരോധമില്ലാത്ത പാത ഉണ്ടായതിനാൽ കറണ്ട് ക്രമാതീതമായി വർദ്ധിച്ചതാണ് സ്പാർക്ക് ഉണ്ടാകാൻ കാരണം. വീടുകളിലും മറ്റും ഒരു സർക്യൂട്ടിന് താങ്ങാവുന്നതിലുമധികം ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചാലും സർക്യൂട്ടിൽ കറണ്ട് ക്രമാതീതമായി വർദ്ധിക്കും. ഇതാണ് ഓവർലോഡിംഗ്. ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടും മൂലം സർക്യൂട്ടിൽ തീപിടുത്തവും മറ്റുമുണ്ടാകും. ഇതിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. ഫ്യൂസ് വയറിന് താഴ്ന്ന ദ്രവണാങ്കമാണുള്ളത്. ഫ്യൂസിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തെല്ലാം ഫ്യൂസ് വയറിൽ ചെറിയ അളവിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ താപം ചുറ്റുപാടുകളിലേക്ക് പ്രേഷണം ചെയ്തു പോകുന്നു. എന്നാൽ ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡിങ്ങോ മൂലം ക്രമത്തിലധികം കറണ്ട് സർക്യൂട്ടിലൂടെ ഒഴുകുമ്പോൾ
ഫ്യൂസ് വയറിലെ താപം അത്യധികമായി ഉയരുകയും വയർ ഉരുകി സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ ആംബിയറേജ് അനുസരിച്ച് വൈദ്യുത പ്രവാഹ തീവ്രതയും വ്യത്യാസപ്പെട്ടിരിക്കും. അതിനാൽ അനുയോജ്യമായ ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയർ തന്നെ തിരഞ്ഞെടുക്കണം. ഫ്യൂസ് വയർ ഉരുകിപ്പോകുന്ന രണ്ട് സന്ദർഭങ്ങളാണ്, ഒന്ന് ഷോർട്ട് സർക്യൂട്ടും മറ്റൊന്ന് ഓവർലോഡിംഗ്. എന്താണ് ഷോർട്ട് സർക്യൂട്ട്? ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ മെയിൻസിലെ രണ്ട് വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരുന്നതിനാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ വയറിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് വയറുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു സ്പാർക്ക് അവിടെ ഉണ്ടാകാറുണ്ട്, അതായത് ഒരു തീപ്പൊരി ഉണ്ടാവാറുണ്ട്. ഇതാണ് ഷോർട്ട് സർക്യൂട്ട്. എന്നാൽ ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിലധികം പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ഓവർലോഡിംഗ്. അപ്പോൾ ഓവർലോഡിംഗ് ഉണ്ടാകുമ്പോഴും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോഴും ഫ്യൂസ് വയർ ഉരുകി പൊട്ടിപ്പോവാറുണ്ട്. ഇനി എന്താണ് ഓവർലോഡിംഗ്, ഷോർട്ട് സർക്യൂട്ട് എന്നത് ഇംഗ്ലീഷിലൊന്ന് പറയാം. ഇഫ് ദ പോസിറ്റീവ് ആൻഡ് ദി നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് എ ബാറ്ററി ഓർ ദി ടു വയർ ഫ്രം ദി മെയിൻസ് കം ഇൻ ടു കോണ്ടാക്ട് വിത്തൗട്ട് ദി പ്രസൻസ് ഓഫ് എ റെസിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ, ദേ ആർ സെറ്റ് ടു ബി ഷോർട്ട് സർക്യൂട്ടഡ്. എന്താണ് ഓവർലോഡിംഗ്? എ സർക്യൂട്ട് ഈസ് സെറ്റ് ടു ബി ഓവർലോഡഡ് if the total power of all the appliances connected to it's more than what the current can withstand. ഫ്യൂസ് വയർ ഉരുകി പൊട്ടിപ്പോകുന്ന രണ്ട് സന്ദർഭങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി ഈ ഫ്യൂസ് വയർ എങ്ങനെയാണ് ഉരുകി നമ്മളെ സംരക്ഷിക്കുന്നത്? ഒരു സർക്യൂട്ടിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഫ്യൂസിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയം മുഴുവനും ഫ്യൂസ് വയറിൽ ചെറിയ തോതിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ താപം ചുറ്റുപാടുകളിലേക്ക് പ്രേഷണം ചെയ്തു പോകുന്നു. സർക്യൂട്ടിൽ അനുവദനീയമായതിനേക്കാൾ കൂടുതൽ കറണ്ട് ഒഴുകുമ്പോൾ ക്രമത്തിലധികം താപമുണ്ടാകുന്നു. അപ്പോൾ പ്രേഷണം വഴി നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ കൂടുതൽ താപം യൂണിറ്റ് സമയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാൽ ഫ്യൂസ് വയർ ഉരുകുന്നു. ഡ്യൂറിംഗ് ദി entire time of the passing of current through a circuit, a small amount of heat is generated in the fuse wire, but this heat will be transmitted to the surrounding. When the current that flows into the circuit exceeds the permissible limit, the heat generated becomes excessive. Since more that is generated in unit time than the heat transmitted, the fuse wire is melt. ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡ് എന്നിവ സർക്യൂട്ടിൽ ഉണ്ടാകുമ്പോൾ ഫ്യൂസ് വയറിലൂടെ കൂടുതൽ വൈദ്യുതി സാധാരണ ലെവലിനേക്കാൾ കടന്നുപോകും. നമ്മൾ പഠിച്ചു, ഫ്യൂസ് വയറിൽ ഉയർന്ന പ്രതിരോധമാണ്, താഴ്ന്ന ദ്രവണാങ്കമാണ്. അപ്പോൾ അവിടെ താപം ഉണ്ടാകും. ജൂൾ നിയമപ്രകാരമൊക്കെ അവിടെ താപമുണ്ടാകും. ഈ താപം വർദ്ധിക്കുകയും ആ താപം ഫ്യൂസ് വയറിൽ ആകെ വ്യാപിക്കുകയും ചെയ്യും. ഫ്യൂസ് വയറിന് താഴ്ന്ന ദ്രവണാങ്കമായതുകൊണ്ട് ഫ്യൂസ് വയർ ഈ താപം താങ്ങാൻ കഴിയാതെ ഉരുകി പൊട്ടിപ്പോകും. ഇങ്ങനെയാണ് ഫ്യൂസ് വയർ നമ്മെ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത്. സർക്യൂട്ടിൽ ഫ്യൂസ് ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. വീടുകളിലെ ഫ്യൂസ് വയർ സർക്യൂട്ടിൽ ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലൊന്ന്, ഫ്യൂസ് വയറിൻ്റെ അഗ്രങ്ങൾ യഥാസ്ഥാനങ്ങളിൽ ദൃഢമായി ബന്ധിപ്പിക്കണം. ദ എൻഡ്സ് ഓഫ് ദി ഫ്യൂസ് വയർ മസ്റ്റ് ബി കണക്റ്റഡ് ഫേംലി അറ്റ് അപ്രോപ്രിയേറ്റ് പോയിൻറ്റ്സ്. രണ്ടാമതായി അതിൽ പറയുന്നത്, ഫ്യൂസ് വയർ കാരിയർ ബേസിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കരുത്. The fuse wire should not project out of the carrier base. ഫ്യൂസ് വയർ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യമാണ് ആംബിയറേജ് കണ്ടെത്തുക എന്നത്. ഒരു ഫ്യൂസ് വയറിൻ്റെ ആംബിയറേജ് കണ്ടെത്തിയാവണം ഫ്യൂസ് വയർ കെട്ടേണ്ടത്. എന്താണ് ആംബിയറേജ്? ഒരു ഉപകരണത്തിൻ്റെ പവറും
അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആ ഉപകരണത്തിൻ്റെ ആംബിയറേജ്. ആംബിയറേജ് ഈസ് ദ റേഷ്യോ ഓഫ് ദി പവർ ഓഫ് ആൻ എക്യുപ്മെൻറ്റ് ടു ദി വോൾട്ടേജ് അപ്ലൈഡ്. അപ്പോൾ സർക്യൂട്ടിൽ ഫ്യൂസ് ഘടിപ്പിക്കുമ്പോൾ ആംബിയറേജ് നിർബന്ധമായും കണ്ടെത്തേണ്ടതാണ്. ആംബിയറേജ് കണ്ടെത്താനുള്ള സൂത്രവാക്യമാണ് I = P/V. അതായത് ആംബിയറേജ് സമം പവർ ബൈ വോൾട്ടേജ്. വയറിൻ്റെ കനം കൂടുമ്പോൾ, അതായത് കണ്ടക്ടറിൻ്റെ തിക്നെസ് കൂടുമ്പോൾ ആംബിയറേജ് കൂടുന്നു. എന്നാൽ വയറിൻ്റെ തിക്നെസ് കുറയുമ്പോൾ ആംബിയറേജ് കുറയുന്നു. ഇവിടെ ഒരു വയറിൻ്റെ കനവും ആംബിയറേജും നേർ അനുപാതത്തിലാണ്. The amperage of the conductor is directly proportional to thickness of the conductor. ഇനി നമുക്ക് മറ്റൊരു ആശയം ഇവിടെ ചർച്ച ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു കനം കൂടുമ്പോൾ ആംബിയറേജ് കൂടുന്നു എന്ന്. അപ്പോൾ ഫ്യൂസ് കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നേർത്ത കമ്പി ഉപയോഗിക്കുക എന്നുള്ളത്. ചാലകത്തിൻ്റെ കനവുമായി ബന്ധപ്പെട്ട ഒരു വേർഡാണ് ഗേജ്. എന്താണ് ഗേജ്? ഗേജ് എന്നത് ചാലക കമ്പിയുടെ വ്യാസത്തിൻ്റെ വിൽക്രമമാണ്. ഗേജ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദി ഡയമീറ്റർ ഓഫ് എ കണ്ടക്ടർ. അതായത് ഒരു ചാലക കമ്പിയുടെ കനം കുറയുമ്പോൾ ഗേജ് കൂടുന്നു. ചാലക കമ്പിയുടെ കനം കൂടുമ്പോൾ ഗേജ് കുറയുന്നു. അപ്പോൾ ഗേജും ചാലകത്തിൻ്റെ കനവും വിപരീത അനുപാതത്തിലാണ്. ആസ് ദ ഗേജ് ഈസ് ഇൻക്രീസ് ദ തിക്നെസ് ഓഫ് ദി കണ്ടക്ടർ ഡിക്രീസ് ആൻഡ് ഹെൻസ് ദി ആംബിയറേജ് ആൾസോ ഡിക്രീസ്. അപ്പോൾ ഗേജ് കുറയുമ്പോൾ ആംബിയറേജ് കൂടുന്നു. ഇവിടെ ഗേജും ആംബിയറേജും വിപരീത അനുപാതത്തിലാണ്. ഗേജ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആംബിയറേജ്. കനം കുറഞ്ഞ കമ്പിയാണ് ഫ്യൂസ് വയർ കെട്ടാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത് തിക്നെസ് കുറഞ്ഞ കമ്പി. കനം കൂടുമ്പോൾ പ്രതിരോധം കുറയുകയും, അതായത് റെസിസ്റ്റൻസ് കുറയുകയും ഫ്യൂസ് ഉരുകി പോകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുകയില്ല. എന്നാൽ കനം കുറയുമ്പോൾ, തിക്നെസ് കുറയുമ്പോൾ ഫ്യൂസ് വയറിൻ്റെ റെസിസ്റ്റൻസ് കൂടുന്നു. അപ്പോഴാണ് ഫ്യൂസ് വയറിൽ താപമുണ്ടാവുകയും ഫ്യൂസ് വയർ ഉരുകി പൊട്ടിപ്പോവുകയും ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് അപായരഹിത ഫ്യൂസ് അഥവാ സേഫ്റ്റി ഫ്യൂസ്, ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകതകൾ, ഫ്യൂസ് എങ്ങനെയാണ് സർക്യൂട്ടിൽ പ്രവർത്തിക്കുന്നത്, ഒരു ഫ്യൂസ് സർക്യൂട്ടിൽ ബന്ധിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ആശയങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരും ഈ ആശയങ്ങൾ ആവർത്തിച്ച് പഠിക്കുക. എല്ലാവർക്കും ഉന്നതമായ വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടാം. വൈദ്യുത പ്രവാഹ തീവ്രതകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ വൈദ്യുത പവർ, അതായത് ഇലക്ട്രിക് പവർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മൾ ദിവസവും ധാരാളം ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്. ഈ ഉപകരണങ്ങളിൽ വാട്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതൊന്ന് ശ്രദ്ധിച്ചു നോക്കും. ഇവിടെ CFLൽ 8 വാട്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ LED ലാമ്പാണിത്. ഇവിടെ 9 വാട്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കും. ഇനി നമ്മുടെ വീട്ടിൽ കാണുന്ന ഒരു ഉപകരണമാണ് AC. ACയുടെ പവർ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 938 വാട്ട് എന്നാണ്. മറ്റൊരു ഉപകരണം നോക്കൂ, ഇസ്തിരിപ്പെട്ടി 1200 വാട്ട് എന്ന് രേഖപ്പെടുത്തി. ഇവിടെ മിക്സിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 900 വാട്ടാണ്. ഫ്ലൂറസെൻ്റ് ലാമ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 40 വാട്ടാണ്. ഇനി നമ്മുടെ വീട്ടിലുള്ള മറ്റു ഉപകരണങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അവയിലെ പവർ കണ്ടെത്തി നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ഉപകരണങ്ങൾ നിങ്ങൾ പരിചയപ്പെടും അതിൻ്റെ പവറും. എന്താണ് വൈദ്യുത പവർ? യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുത ഉപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് വൈദ്യുത പവർ.
The amount of energy consumed by an electrical appliance in unit time is its power. താഴ്ന്ന ക്ലാസ്സിൽ പവറിൻ്റെ നിർവചനം നമ്മൾ പഠിച്ചതാണ്. പ്രവൃത്തിയുടെ നിരക്കാണ് പവർ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രത്യേക സമയത്തിൽ ഒരു വൈദ്യുത ഉപകരണം വിനിയോഗിക്കുന്ന ഊർജമാണ് ആ ഉപകരണത്തിൻ്റെ പവർ. നമുക്കറിയാം പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. നമ്മൾ ചില ഉപകരണത്തിൽ പരിചയപ്പെട്ടു. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. പവറിൻ്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പവറിൻ്റെ യൂണിറ്റ് വാട്ട് എന്നാണ്. ഇത് പ്രത്യേകമായി പഠിച്ചു വെക്കുക. അപ്പോൾ എന്താണ് വൈദ്യുത പവർ എന്ന് പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ അതിൻ്റെ ചില ഇക്വേഷൻസുകൾ പരിചയപ്പെടാം. ഇവിടെ പവർ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുടെ നിരക്കാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പവർ സമം പ്രവൃത്തി ബൈ സമയം. ഇതിനെ ചുരുക്കി പറഞ്ഞാൽ P സമം W ബൈ T. ഇവിടെ W എന്ന് പറയുന്നത് Hന് ഈക്വലാണ്, അതായത് ഹീറ്റ് എനർജിക്ക് ഈക്വലാണ്. അപ്പോൾ P സമം H ബൈ T. പവറിൻ്റെ രണ്ട് സൂത്രവാക്യങ്ങളാണ് ഇവിടെ ലഭിച്ചത്. ഒന്ന് P സമം W ബൈ T, മറ്റൊന്ന് P സമം H ബൈ T. ഇനി നോക്കൂ, നമ്മൾ ജൂൾ നിയമത്തിൽ H സമം I² RT പരിചയപ്പെട്ടു. ഇവിടെ നമുക്ക് നേരത്തെ ലഭിച്ച ഇക്വേഷൻ H ബൈ T എന്നതിൽ H എന്നുള്ള സ്ഥലത്ത് I² RT എന്ന് കൊടുത്താൽ താഴെ ടിയും മുകളിലെ ടിയും ക്യാൻസലാക്കിയാൽ അടുത്ത പവറിൻ്റെ ഇക്വേഷൻ ലഭിച്ചു. P സമം I² R. ഇനി ജൂൾ നിയമത്തിൽ മറ്റൊരു സൂത്രവാക്യം നമ്മൾ പഠിച്ചല്ലോ. H സമം V² ബൈ R ഇൻറ്റു T. മുകളിലുള്ള P സമം H ബൈ Tയിൽ H V² ബൈ R ഇൻറ്റു T എന്ന് കൊടുത്താൽ താഴെ ഒരു ടി ഉണ്ടല്ലോ, ടിയും ക്യാൻസൽ. അപ്പോൾ നമുക്ക് പവറിൻ്റെ മറ്റൊരു ഇക്വേഷൻ P സമം V² ബൈ R എന്ന് ലഭിക്കും. ഇനി നമ്മൾ ജൂൾ നിയമത്തിൽ പഠിച്ച മറ്റൊരു ഇക്വേഷനാണ് H സമം VIT. അപ്പോൾ നേരത്തെയുള്ള ഇക്വേഷൻ H ബൈ T എന്നതിൽ H VIT എന്ന് കൊടുത്താൽ താഴെയും മുകളിലും ടി ഉണ്ട്, അത് രണ്ടും വെട്ടിക്കഴിഞ്ഞാൽ P സമം VI എന്ന് ലഭിക്കും. പവറിൻ്റെ അടുത്ത സൂത്രവാക്യമാണ് P സമം VI. പവറിൻ്റെ ഇക്വേഷൻസ് ഒരിക്കൽ കൂടി പറയാം. P സമം W ബൈ T, P സമം H ബൈ T. H എന്ന് പറഞ്ഞാൽ താപം, T എന്ന് പറഞ്ഞാൽ സമയം. P സമം I² R, P സമം V² ബൈ R, P സമം VI. ഇതാണ് പവറിൻ്റെ ഇക്വേഷൻസ്. ചർച്ച ചെയ്ത ഇക്വേഷൻസിലെ ഓരോ അക്ഷരത്തിൻ്റെയും യൂണിറ്റാണ് പറയാൻ പോകുന്നത്. W ജൂൾ, അതായത് വർക്ക് ജൂൾ. T ടൈം സമയം സെക്കൻഡ്. P പവർ, അതിൻ്റെ യൂണിറ്റ് വാട്ട്. ഹീറ്റിൻ്റെ യൂണിറ്റ്, അതായത് താപത്തിൻ്റെ യൂണിറ്റ് ജൂൾ. കറൻറ്റിൻ്റെ യൂണിറ്റ് ആംപിയർ. റെസിസ്റ്റൻസ്, പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് വോൾട്ട്. ഈ യൂണിറ്റുകൾ നിങ്ങൾ പഠിക്കുക. പവറിൻ്റെ ഇക്വേഷൻസുകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് ഇവിടെ പരിചയപ്പെടാം. ഇവിടെ ചോദ്യം ഇതാണ്: 200 ഓം പ്രതിരോധമുള്ള ഒരു താപന ഉപകരണത്തിലൂടെ 4 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നുവെങ്കിൽ ഉപകരണത്തിൻ്റെ പവർ എത്ര? എ ഹീറ്റിംഗ് അപ്ലയൻസ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 200 ഓം. ഇഫ് 4 ആംപിയർ കറൻറ്റ് ഫ്ലോസ് ത്രൂ ഇറ്റ്, വാട്ട് ഈസ് ദി പവർ ഓഫ് ദി അപ്ലയൻസ്? ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഒരു പ്രോബ്ലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഏത് ഇക്വേഷനാണ് അവിടെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ P സമം I² R എന്നതാണ്. ഇവിടെ I എന്ന് പറയുന്നത്
4 ആംപിയർ, R എന്ന് പറയുന്നത് 200 ഓം. അപ്പോൾ P = 4 സ്ക്വയർ ഇൻറ്റു 200. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 200. ഇനി 200 ഇൻറ്റു 16 ഒന്ന് ചെയ്തു നോക്കാം. 6 × 0 0, 6 × 0 0, 6 × 2 12, 1 × 0 0, 1 × 0 0, 1 × 2 2. അപ്പോൾ നമുക്ക് ആൻസർ 3200 എന്ന് ലഭിക്കും. അപ്പോൾ ഇവിടെ പവർ 3200 വാട്ട്. ഇതിനെ നമുക്ക് 3.2 കിലോ വാട്ട് എന്ന് എഴുതാം. ഇനി കാണുന്ന പ്രോബ്ലംസുകൾ നിങ്ങൾ വീട്ടിൽ നിന്നും ചെയ്ത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താനുള്ളതാണ്. നോക്കൂ, 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദ്യുത ബൾബിലൂടെ 0.4 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നുവെങ്കിൽ ബൾബിൻ്റെ പവർ കണക്കാക്കുക. ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യനാണ് താഴെ. ഈ ക്വസ്റ്റ്യൻസ് അനുയോജ്യമായ സൂത്രവാക്യം ഉപയോഗിച്ച് നിങ്ങൾ കണ്ടെത്തി സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തും. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു സർക്യൂട്ടിലെ ഒരു ഉപകരണം 540 വാട്ട് പവർ ഉപയോഗിക്കുന്നു. വോൾട്ടേജ് 230 V എങ്കിൽ ആംബിയറേജ് എത്ര എന്ന് കണക്കാക്കുക. അനുയോജ്യമായ സൂത്രവാക്യം ഉപയോഗിച്ച് ഈ പ്രോബ്ലവും നിങ്ങൾ ചെയ്യുക. ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യനാണ് താഴെ കാണുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. 115 ഓം പ്രതിരോധമുള്ള ഒരു താപന ഉപകരണത്തിലൂടെ 2 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നുവെങ്കിൽ ഉപകരണത്തിൻ്റെ പവർ എത്ര? ഈ പ്രോബ്ലവും നിങ്ങൾ നല്ലതുപോലെ വായിച്ച് അനുയോജ്യമായ സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യുക. ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യനാണ് താഴെ കാണുന്നത്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ പ്രത്യേകം ഇത് വായിച്ച് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ധാരാളം ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ പരിചയപ്പെടുകയും നിങ്ങളുടെ പഠനം കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ പാഠപുസ്തകത്തിലെ മറ്റു ക്വസ്റ്റ്യൻസിലേക്കും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. എല്ലാം നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ചെയ്ത് വെക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം ക്ലാസ്സിലെ എഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ അഥവാ വൈദ്യുതപ്രവാഹ തീവ്രത എന്ന് പറയുന്ന ചാപ്റ്ററിലെ വൈദ്യുതിയുടെ പ്രകാശഫലത്തെ കുറിച്ചാണ്. വൈദ്യുതിയുടെ പ്രകാശഫലം എന്നതുകൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തു വൈദ്യുതോർജം താപോർജമായി മാറുന്നു എന്ന്. അത്തരം ചില ഉപകരണങ്ങളും നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇനി വൈദ്യുതോർജത്തെ പ്രകാശോർജമാക്കി മാറ്റുന്ന ചില ഉപകരണങ്ങളാണ് ബൾബ് അഥവാ ഇൻകാണ്ടസെന്റ് ലാമ്പ്, ഡിസ്ചാർജ് ലാമ്പ്, ഫ്ലൂറസെന്റ് ലാമ്പ്, ആർക്ക് ലാമ്പ്, LED ലാമ്പുകളൊക്കെ. അപ്പോൾ വൈദ്യുതോർജത്തെ പ്രകാശോർജമാക്കി മാറ്റുന്ന ഇത്തരം ഉപകരണങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം ഇൻകാണ്ടസെന്റ് ലാമ്പ് അഥവാ ബൾബാണ്. ടെക്സ്റ്റ് ബുക്കിലെ ഈ QR കോഡ് ഉപയോഗിച്ച് ഒരു വീഡിയോയിലൂടെ ഈ ആശയം നമുക്ക് കൂടുതൽ പഠിക്കാം. എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. വൈദ്യുത പ്രവാഹത്തിന്റെ പ്രകാശഫലം. പണ്ടുകാലങ്ങളിൽ എണ്ണ ഉപയോഗിച്ച് കത്തിക്കുന്ന വിളക്കുകൾ മാത്രമായിരുന്നു നമുക്ക് പ്രകാശത്തിനായി ഉണ്ടായിരുന്നത്. ടോർച്ചുകൾക്ക് പകരം ചൂട്ടുകറ്റയോ മറ്റോ ഉപയോഗിക്കണമായിരുന്നു. എന്നാൽ ഇന്നോ വൈദ്യുതിയുടെ പ്രകാശഫലം എന്ന ആശയം കണ്ടുപിടിക്കപ്പെട്ടതോടെ നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ കൈവന്നിരിക്കുന്നു. മുൻകാലങ്ങളിൽ കൂടുതലായി ഉപയോഗിച്ചിരുന്നത് ഫിലമെന്റ് ലാമ്പുകളായിരുന്നു. ഇൻകാണ്ടസെന്റ് ലാമ്പിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. ഒന്ന് ഗ്ലാസ് കവചം, ഗ്ലാസ് കവർ, ഫിലമെന്റിനെ താങ്ങി നിർത്തുന്ന ചെമ്പ് കമ്പി, കോപ്പർ വയർ. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ടങ്സ്റ്റൺ ഫിലമെന്റ്. ഇതാണ് ഇൻകാണ്ടസെന്റ് ലാമ്പിൻ്റെ പ്രധാന ഭാഗങ്ങൾ. തോമസ് ആൽവ എഡിസൺ ആണ് ലാമ്പ് കണ്ടുപിടിച്ചത്. ടങ്സ്റ്റൺ ലോഹം കൊണ്ട് നിർമ്മിച്ച ഫിലമെന്റ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ടങ്സ്റ്റൺ
ചുട്ടുപഴുത്ത് പ്രകാശം പുറപ്പെടുവിക്കുന്നു. താപവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. താപത്താൽ തിളങ്ങുന്നത് എന്ന അർത്ഥത്തിൽ ഇവയെ ഇൻകാൻഡസെന്റ് ലാമ്പുകൾ എന്നും വിളിക്കുന്നു. ടങ്സ്റ്റൺ ലോഹത്തിന് പല സവിശേഷതകളുണ്ട്. ഇതിന് ഉയർന്ന റെസിസ്റ്റിവിറ്റി അഥവാ പ്രതിരോധമുണ്ട്, ഉയർന്ന ദ്രവണാങ്കമുണ്ട്, ഉയർന്ന ഡക്റ്റിലിറ്റി ഉള്ളതിനാൽ നേർത്ത കമ്പികളാക്കാനും കഴിയും. ചുട്ടുപഴുത്ത് ദീർഘനേരം ധവളപ്രകാശം പുറപ്പെടുവിക്കാൻ കഴിയും. ടെങ്സ്റ്റൺ എന്ന് പറയുന്ന ഫിലമെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഒന്നുകൂടി പറയുന്നത്. ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ റെസിസ്റ്റൻസ്, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, ഹൈ ഡക്റ്റിലിറ്റി, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ദി വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടെങ്സ്റ്റൻ്റെ അഡ്വാൻറ്റേജസ്. ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ ഉള്ളിലെ ശൂന്യസ്ഥലത്ത് കുറഞ്ഞ മർദ്ദത്തിൽ നൈട്രജൻ വാതകം നിറച്ചിരിക്കും. ബാഷ്പീകരണം പരമാവധി കുറയ്ക്കാനാണിത്. മാത്രവുമല്ല, വായുവിന്റെ അഭാവത്തിൽ നൈട്രജൻ പൂർണ്ണമായും അലസമായി വർത്തിക്കുന്നു. താപനിലയിലുണ്ടാകുന്ന നേരിയ വർധനവ് നൈട്രജന്റെ വികാസത്തെ ബാധിക്കുകയുമില്ല. ബൾബിൻ്റെ ഉൾവശം വായു ശൂന്യമാക്കിയില്ലെങ്കിൽ എന്തായിരിക്കും ഫലം? വായുവിൻ്റെ സാന്നിധ്യത്തിൽ ടെങ്സ്റ്റൺ ഫിലമെൻറ്റിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിന് ഓക്സീകരണം സംഭവിക്കുകയും കത്തിപ്പോവുകയും ചെയ്യും. ഈ ഓക്സീകരണം ഒഴിവാക്കാനാണ് ബൾബുകളുടെ ഉൾഭാഗം വായു ശൂന്യമാക്കുന്നത്. അതായത് ബൾബിൻ്റെ ഉള്ളിലുള്ള വായുവിനെ റിമൂവ് ചെയ്യുന്നത്. പകരം അവിടെ അലസവാതകം നിറക്കും. ഇവിടെ ബൾബിൽ നിറക്കുന്നത് നൈട്രജനാണെന്ന് മനസ്സിലായല്ലോ. ബൾബിനുള്ളിൽ അലസവാതകം നൈട്രജൻ നിറച്ചിരിക്കുന്നത് എന്തിനായിരിക്കും? ഇൻകാൻഡസെൻ്റ് ബൾബിനുള്ളിൽ കുറഞ്ഞ മർദ്ദത്തിൽ അലസവാതകങ്ങൾ നിറക്കുന്നതിനാൽ ഫിലമെൻറ്റിൻ്റെ ബാഷ്പീകരണ നിരക്ക് കുറച്ച് ഉയർന്ന താപനിലയിൽ പ്രവർത്തിപ്പിക്കുവാൻ സഹായിക്കുന്നു. അതായത് ഫിലമെൻറ്റുകളുടെ ആയുസ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. മാത്രവുമല്ല, ബൾബിൻ്റെ ഉൾഭാഗം കറുത്തുപോകുന്നത് തടയും. ഏത് താപനിലയിലും ബൾബിനെ പ്രവർത്തിപ്പിക്കുവാനും ഈ അലസവാതകം ബൾബിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇനർട്ട് ഗ്യാസ് ബൾബിനുള്ളിൽ ഫിൽ ചെയ്തതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ ഒരു ചോദ്യം ശ്രദ്ധിക്കൂ. ഇൻകാൻഡസെൻ്റ് ലാമ്പുകളിൽ ഫിലമെൻ്റായി നിക്രോം ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? നിക്രോം ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ ഫിലമെൻ്റ് ഇൻ ഇൻകാൻഡസെൻ്റ് ലാമ്പ്. വൈ? നിക്രോമിന് ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിൽക്കാനേ കഴിയൂ. അതായത് റെഡ് ഹോട്ട് കണ്ടീഷനിൽ ഹീറ്റ് തരാനുള്ള കഴിവാണ് നിക്രോമിനുള്ളത്. പ്രകാശം നൽകാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് നിക്രോമിനെ ഇൻകാൻഡസെൻ്റ് ലാമ്പിൽ ഫിലമെൻ്റായി ഉപയോഗിക്കാത്തത്. ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ നൽകുന്ന വൈദ്യുതോർജ്ജത്തിന്റെ ബഹുഭൂരിഭാഗവും താപത്തിന്റെ രൂപത്തിൽ നഷ്ടപ്പെടുന്നു. വൈദ്യുതോർജ്ജം ലാഭിക്കുവാനായി ഫിലമെന്റ് ലാമ്പുകളുടെ ഉപയോഗം കുറയ്ക്കേണ്ടതാണ്. ഈ ആശയങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി മറ്റൊരു വിഷയവുമായി വീണ്ടും